ഓക്കെ, അടുത്ത 3 റിസൾട്ട്സ്. ഇപ്പോൾ സൈൻ ഇൻവേഴ്സ് സൈൻ ഓഫ് എക്സ്, സൈൻ ഇൻവേഴ്സ് സൈൻ ഓഫ് എക്സ്. നിങ്ങൾക്ക് ഈ സൈൻ ഇൻവേഴ്സും സൈനും ക്യാൻസൽ ചെയ്യാം, അതിന്റെ ആൻസർ എക്സ് ആയിരിക്കും. അതുപോലെ കോസ് ഇൻവേഴ്സ് കോസ് എക്സ്, അതും എക്സ് ആയിരിക്കും. ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ്, അതും എക്സ് ആയിരിക്കും. ബാക്കിയുള്ളതിനും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഈ സൈൻ ഇൻവേഴ്സും സൈനും കൂടെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഈ എക്സ് റെസ്പെക്റ്റീവ് റേഞ്ചിലായിരിക്കണം. എക്സ് ഈസ് ഇൻ ദി റെസ്പെക്റ്റീവ് റേഞ്ച്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ സൈൻ ഇൻവേഴ്സ് സൈൻ സേ 3π/4, ഇവിടെ ഇത് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ക്യാൻസൽ ചെയ്താൽ 3π/4 എന്നാണ് ആൻസർ വരുന്നത്. പക്ഷെ ഇതൊരു സൈൻ ഇൻവേഴ്സിന്റെ വാല്യൂ ആണ്, സൈൻ ഇൻവേഴ്സിന്റെ വാല്യൂ ആണ്. നിങ്ങൾക്കറിയാം സൈൻ ഇൻവേഴ്സിന്റെ വരുന്ന ഔട്ട്പുട്ട് ഇതാണ്. ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. സൈൻ ഇൻവേഴ്സിന്റെ ഔട്ട്പുട്ട് ഈ ഇന്റർവെല്ലായിരിക്കണം, -90 മുതൽ +90 വരെ ആയിരിക്കണം. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ 135 ഡിഗ്രീസ് ആണ്. അപ്പൊ ഇത് ഈ റേഞ്ചിലല്ല, ഈ റേഞ്ചിൽ പുറത്തു പോകും. അങ്ങനെ വരുമ്പോൾ ഇത് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇവിടെ π/4 മാത്രമായിരുന്നുവെങ്കിൽ സൈൻ ഇൻവേഴ്സ് സൈൻ π/4 അത് നമുക്ക് ക്യാൻസൽ ചെയ്ത് π/4 എഴുതാം. അത് 45 ഡിഗ്രി, അത് ഈ റേഞ്ചിലാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ 3π/4 വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്കിനി കാണാം. ഇനി നമ്മൾ അതാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഓർക്കുക, സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എക്സ്, കോസ് ഇൻവേഴ്സ് കോസ് എക്സ്, യു ക്യാൻ ന്യൂട്രലൈസ്. അത് ന്യൂട്രലൈസ് ആവുകയാണ്, എക്സ് ആവും. ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ്, അത് ന്യൂട്രലൈസ് ചെയ്ത് എക്സ് ആവും. പക്ഷെ അങ്ങനെ എക്സ് എന്ന് എഴുതണമെങ്കിൽ എക്സ് റെസ്പെക്റ്റീവ് റേഞ്ചിലായിരിക്കണം. റെസ്പെക്റ്റീവ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ആദ്യമാണെങ്കിൽ അത് സൈൻ ഇൻവേഴ്സിന്റെ റേഞ്ച് ആണ്, ഇതാണെങ്കിൽ കോസ് ഇൻവേഴ്സിന്റെ റേഞ്ച് ആണ്, ഇതാണെങ്കിൽ ടാൻ ഇൻവേഴ്സിന്റെ റേഞ്ച് ആണ്. ഞാൻ വേറെ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ കോസ് ഇൻവേഴ്സ് കോസ് 2π/3, ഇവിടെ ഇത് ക്യാൻസൽ ചെയ്യാം. കാരണം π/3 60 ഡിഗ്രീസ് ആണ്. അപ്പൊ ഇത് 120 ഡിഗ്രിയാണ്, ഇത് 120 ഡിഗ്രിയാണ് ഡിഗ്രീസ്. അപ്പോൾ ഇവിടെ ക്യാൻസൽ ചെയ്ത് 2π/3 എഴുതാം. കാരണം ഈ കോസ് ഇൻവേഴ്സിന്റെ റേഞ്ച് 0 to π ആണ്. എന്ന് പറഞ്ഞാൽ 0 മുതൽ 180 ഡിഗ്രി വരെ പോകാം. ആ റേഞ്ചിലാണ് ഇത് 120 ഡിഗ്രിയാണ്. അപ്പൊ 0 മുതൽ 180 വരെ പോകാം π. അപ്പോൾ ഇത് ആ റേഞ്ചിലായതുകൊണ്ട് അവിടെ നമുക്കത് ക്യാൻസൽ ചെയ്യാം. അപ്പൊ അതാണ് ആ റൂൾ. മറ്റേതുപോലെ തന്നെ അത് കോട്ട് ഇൻവേഴ്സ് സീക്ക് ഇൻവേഴ്സ് കൊസീക്ക് ഇൻവേഴ്സിനെല്ലാം ഇതുപോലെ തന്നെയാണ്, പക്ഷെ അത് റേഞ്ചിലാണ്. അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അതിന്റെ ഒരു എളുപ്പ വഴിയുണ്ട്, എളുപ്പ വഴിയല്ല, അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. അപ്പോൾ ഇതും ചോദിക്കും. ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും, ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് സൈൻ 3π/4. ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു, ഇവിടെ ആൻസർ 3π/4 അല്ല. കാരണം ഇത് 135 ഡിഗ്രിയാണ്. 3π/4 എഴുതിയാൽ അത് സൈൻ ഇൻവേഴ്സ് ആണ്, സൈൻ ഇൻവേഴ്സിന്റെ റേഞ്ചിലല്ല. സൈൻ ഇൻവേഴ്സിന്റെ റേഞ്ച് 90 ഡിഗ്രി വരെ പോകാൻ പറ്റും. അപ്പൊ നമ്മൾ ചെയ്യുന്നത് ആദ്യം ഇതിനെ ഒരു അക്യൂട്ട്, അപ്പൊ ഇവിടെ കുറെ ട്രിഗണോമെട്രി റിസൾട്ട്സുകൾ അറിയണം. ഇതിനെ ഒരു അക്യൂട്ട് ആംഗിൾ, ഈ ആംഗിളിനെ ഒരു അക്യൂട്ട് ആംഗിൾ ആയിട്ട് മാറ്റും. ഇത് +1 നമ്മൾ ചെയ്ത ഒരു ട്രിക്കാണ്. നമ്മൾ ചെയ്യേണ്ടത് ഈ 3യുടെ തൊട്ടടുത്തുള്ള 4ന്റെ മൾട്ടിപ്പിൾ, 3യുടെ തൊട്ടടുത്തുള്ള 4ന്റെ മൾട്ടിപ്പിൾ, അത് 4 തന്നെയാണ്. ആ 4 യൂസ് ചെയ്ത് ഈ 3πയെ 4π - π എന്ന് എഴുതാം. ഓക്കെ, ഈ 4 വരുന്നത് 3യുടെ തൊട്ടടുത്തുള്ള 4ന്റെ മൾട്ടിപ്പിൾ. സോ 4π - π/4. സൈൻ ഇൻവേഴ്സ് സൈൻ. ഇനി ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 4π/4 that is π minus π/4. അപ്പോൾ sin π minus π/4. ഇനി ട്രിഗണോമെട്രിയിൽ ഒരു റിസൾട്ട് ഉണ്ട്. π എന്ന് പറയുന്നത് ഇവിടെയാണ്. 0, π, 2π, 3π, 5, 4π, 5π അങ്ങനെ പോകുന്നത്. ഇവിടെ എല്ലാം ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് പൈ, ഇവിടെ ഈവൻ മൾട്ടിപ്പിൾസ് ഓഫ് പൈ ആണ്. 0ൽ തുടങ്ങി പൈ, 2π, 3π, 4π, 5π അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ പൈ എന്ന് പറഞ്ഞ ഇവിടെയാണ്. അപ്പോൾ പൈ മൈനസ് എന്ന് പറയുമ്പോൾ അവിടെ വരെ വരില്ല, സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ പോസിറ്റീവ് ആയതുകൊണ്ട്
ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ട്. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിക്കുകയാണ്. സൈൻ പൈ മൈനസ് തീറ്റ അത് സൈൻ തീറ്റ തന്നെയാണ്. പക്ഷേ കോസ് ആയിരുന്നല്ലോ. സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസ് നെഗറ്റീവ് ആയതുകൊണ്ട് ആ മൈനസ് പിന്നെ ആ തീറ്റ ആയിരുന്നു മൈനസ് കോസ്. ഇവിടെ സൈൻ ആണ്. സോ സൈൻ ഇൻവേഴ്സ് സൈൻ പൈ മൈനസ് തീറ്റ സൈൻ തീറ്റ. സോ സൈൻ പൈ ബൈ. ഇനി നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ ദിസ് ഈസ് സെയിം ആസ് പൈ ബൈ 4. ഇനി ക്യാൻസൽ ചെയ്യാൻ കാരണം ഇത് ഈ സൈൻ ഇൻവേഴ്സിന്റെ റേഞ്ചിൽ തന്നെ. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 3 പൈ ബൈ 4 അതിന്റെ ആൻസർ പൈ ബൈ 4. കൂടുതൽ എക്സാമ്പിൾ ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ ക്ലിയർ ആവും. വേറെ എക്സാമ്പിൾ നോക്കാം. cos inverse 5 pi by 4. Okay. अले cos inverse 13 pi by 4. Okay. ഇത് വലിയ ആംഗിൾ. cos inverse 13 pi by 4. cos inverse 13 തൊട്ടടുത്തുള്ള 4ന്റെ മൾട്ടിപ്പിൾ അത് 12 ആണ്. 13 തൊട്ടടുത്തുള്ള 12 ഉണ്ട് 16 ഉണ്ട്. പക്ഷെ 13 അടുത്തുള്ളത് 12 ആണ്. 13 അടുത്തുള്ള എഴുതണം. അപ്പോൾ ഇതിനെ 12 പൈ പ്ലസ് 5 എഴുതണം. ആ 13 പൈ 12 പൈ പ്ലസ് 5. ഞാൻ പറഞ്ഞു ഈ 12 കിട്ടിയത് 13 തൊട്ടടുത്തുള്ള 4ന്റെ മൾട്ടിപ്പിൾ ബൈ 4. ഐ ആം സോറി, ക്വസ്റ്റ്യൻ ആണ് cos inverse അല്ല. cos inverse cos 13 pi by 4. ഓക്കെ. So cos inverse cos ഈ 13 നെ നമുക്ക് 12 pi plus 5 by 4 എന്ന് എഴുതാം. equal to cos inverse cos ഇനി 12 pi by 4 that is 3 pi plus 5 by 4 രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇങ്ങനെയാണ് 12 pi by 4 plus 5 by 4. ഈ 12 pi by 4 3 pi ആണ്. ഇനി 3 പൈ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇവിടെയാണ് 3 പൈ. പ്ലസ് എന്ന് പറയുമ്പോൾ അത് തേർഡ് ക്വാഡ്രന്റ് ആണ്. തേർഡ് ക്വാഡ്രന്റിൽ കോസ് നെഗറ്റീവ് ആണ്. അതുകൊണ്ട് ഇങ്ങനെയാണ് റിസൾട്ട്. കോസ് 3 പൈ പ്ലസ് തീറ്റ. കോസ് നെഗറ്റീവ് ആണ്. തേർഡ് ക്വാഡ്രന്റ് ആണ് കോസ് നെഗറ്റീവ്. സോ മൈനസ് കോസ് തീറ്റ. അപ്പോൾ കോസ് ഇൻവേഴ്സ് ഒരു മൈനസ് ഉണ്ടായിട്ട് മൈനസ് കോസ് ആണ്. അതുകൊണ്ട് ഒരു ഓപ്പൺ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. മൈനസ് കോസ് തീറ്റ. തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 5 by 4. അപ്പോൾ cos 3 pi plus theta minus cos theta. അപ്പോൾ cos 3 pi plus 5 by 4 minus cos 5 by 4. cos inverse of മൈനസ് ഒന്നായിട്ടാണ് ബ്രാക്കറ്റ് ഇട്ടത്. ഇനി cos ഇൻവേഴ്സിനകത്ത് ഒരു നെഗറ്റീവ് ഇൻപുട്ട് ആണ് വന്നിരിക്കുന്നത്. cos ഇൻവേഴ്സിനകത്ത് നെഗറ്റീവ് സൈൻ കണ്ടാൽ ഉടൻ തന്നെ അത് പോസിറ്റീവ് ആക്കണം. cos ഇൻവേഴ്സിനകത്താണ് നെഗറ്റീവ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ 5 മൈനസ് എന്നാണ് എഴുതുന്നത്. 5 മൈനസ് എഴുതി കഴിഞ്ഞാൽ ഇനി ഈ നെഗറ്റീവ് വേണ്ട. cos ഇൻവേഴ്സ് cos 5 by 4. ഓക്കെ. ഇപ്പോൾ അക്യൂട്ട് ആംഗിൾ ആയി കഴിഞ്ഞു. അക്യൂട്ട് ആംഗിൾ എന്ന് പറഞ്ഞാൽ അറിയാലോ 0ക്ക് 90ക്ക് ഇടയിൽ അക്യൂട്ട് ആംഗിൾ. ഇനി ഇവിടെ ഇത് ക്യാൻസൽ ചെയ്യാം. cos ഇൻവേഴ്സും കോസും ക്യാൻസൽ ചെയ്യാം. എന്താണ്? 5 by 4. ഇത് 4 pi minus 5. So that is 3 pi by 4. So this is the answer. Okay. അപ്പോൾ cos ഞാൻ ഒന്നുകൂടെ പറയാം. cos ഇൻവേഴ്സ് cos 13 pi by 4. അപ്പോൾ ഇത് cos ഇൻവേഴ്സിന്റെ റേഞ്ചിലല്ല. അതുകൊണ്ട് അതിനെ ഒരു അക്യൂട്ട് ആംഗിൾ ആക്കി മാറ്റും. അതിന് 13 തൊട്ടടുത്തുള്ള 4ന്റെ മൾട്ടിപ്പിൾ അത് 12 ആണ്. ആ 12 വെച്ച ഈ 13 പൈ 12 പൈ പ്ലസ് 5 ബൈ 4 ഇതിനെ സ്പ്ലിറ്റ് ചെയ്യും. 12 പൈ ബൈ 4 3 പൈ പ്ലസ് 5 ബൈ 4. ഈ cos 3 പൈ പ്ലസ് തീറ്റ മൈനസ് cos 3 തീറ്റ മൈനസ് cos തീറ്റയാണ്. cos ഇൻവേഴ്സിനകത്ത് നെഗറ്റീവ് വന്നാൽ 5 മൈനസ് cos ഇൻവേഴ്സ് പിന്നെ മൈനസ് വേണ്ട cos 5 by 4. ഇവിടെ അത് ന്യൂട്രലൈസ് ആവും. സോ 5 മൈനസ് 5 by 4 that is 3 pi by 4. Any tan inverse tan say 7 pi by 4. ഇവിടെ ക്യാൻസലേഷൻ പറ്റില്ല. കാരണം tan ഇൻവേഴ്സിന് 90 ഡിഗ്രി വരെ പോകാൻ പറ്റും. ഇത് അതിനേക്കാൾ ഒരുപാട് കൂടുതലാണ്. സോ tan ഇൻവേഴ്സ് tan. ഇനി 7 പൈ നമുക്ക് 7ന് തൊട്ടടുത്തുള്ള 4ന്റെ മൾട്ടിപ്പിൾ 8. സോ 8 പൈ മൈനസ് 5 by 4 എന്ന് എഴുതാം.
7 തൊട്ടടുത്തുള്ള 4 മൾട്ടിപ്പിൾ, ദാറ്റ് ഈസ് 8 pi minus pi by 4 equal to tan inverse tan. അത് സ്പ്ലിറ്റ് ചെയ്യുന്നു 8 pi by 4, that is 2 pi minus pi by 4. ഓക്കെ, ഇനി 2 pi ഇവിടെയാണ്. 2 pi മൈനസ് എന്ന് പറയുമ്പോൾ 2 pi വരെ പോകില്ല, അത് ഫോർത്ത് ക്വാഡ്രന്റ് ആണ്. ഫോർത്ത് ക്വാഡ്രന്റിൽ ടാൻ നെഗറ്റീവ് ആണ്, നിങ്ങൾക്കറിയാം ASDC. ഫോർത്ത് ക്വാഡ്രന്റിൽ കോസ് ആണ്, കോസ്. സോ ടാൻ നെഗറ്റീവ് ആണ്, അതുകൊണ്ട് ഇത് മൈനസ് ടാൻ തീറ്റ ആണ്. സോ ടാൻ 2 pi മൈനസ് തീറ്റ, ടാൻ 2 pi മൈനസ് തീറ്റ, അത് മൈനസ് ടാൻ തീറ്റ. അപ്പോൾ ഇവിടെ ടാൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് വരുന്നതുകൊണ്ട് മൈനസ് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. സോ മൈനസ് ടാൻ 5 by 4. ഇനി ടാൻ ഇൻവേഴ്സിനാകുമ്പോൾ നമ്മളൊരു മൈനസ് കണ്ടു, സോ ഇറ്റ് കംസ് ഔട്ട്. സോ മൈനസ് ടാൻ ഇൻവേഴ്സിനകത്ത് മൈനസ് കണ്ടാൽ അത് പുറത്ത് വരും, മൈനസ് ടാൻ ഇൻവേഴ്സ് ടാൻ 5 by 4. ഇനി നമുക്ക് ഇത് ന്യൂട്രലൈസ് ചെയ്യാം, കാരണം ഇത് ആ റേഞ്ചിലാണ്. സോ മൈനസ് 5 by 4. ഞാൻ വീണ്ടും പറയുന്നു, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ആ സ്റ്റഡി മെറ്റീരിയലിലുണ്ട്, പ്രിന്റഡ് മെറ്റീരിയലുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങളുടെ ബുക്കിലോട്ട് എഴുതണം. ഈ വീഡിയോ കണ്ടതിന് ശേഷം എഴുതാം, അല്ലെങ്കിൽ അതിന് മുന്നേയും എഴുതാം. നോക്കാം, അതിന്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ്. cos inverse cos 11 pi by 3. തൊട്ടടുത്തുള്ള 3 മൾട്ടിപ്പിൾ, അത് 12 ആണ്. അപ്പോൾ 12 pi minus pi by 3. ആ 11 pi 12 pi minus pi എന്ന്. cos inverse cos, ഇതിനെ ബ്രേക്ക് ചെയ്യണം, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. 12 pi by 3, that is 4 pi minus 5 by 3. Okay, cos inverse. ഇനി 4 pi എന്ന് പറയുന്നത് ഇവിടെയാണ്, ഈവൻ മൾട്ടിപ്പിൾ ഓഫ് pi. നിങ്ങൾക്കറിയാം, ഇവിടുന്ന് 2 pi then 4 pi. 4 pi മൈനസ് എന്ന് പറയുമ്പോൾ അവിടെ വരെ പോകില്ല. ഫോർത്ത് ക്വാഡ്രന്റിൽ കോസ് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് കോസ് 4 pi മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ അത് കോസ് തീറ്റ തന്നെയാണ്. ഫോർത്ത് ക്വാഡ്രന്റിൽ കോസ് പോസിറ്റീവ് ആണ്. സോ ദിസ് ഈസ് സെയിം ആസ് കോസ് 5 by 3. ഇനി അത് ക്യാൻസൽ ചെയ്യാണ്. സോ ദ ആൻസർ ഈസ് വാട്ട്? 5 by 3. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ, അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അടുത്തത് sin inverse cos 21 pi by 4. ഇപ്പോൾ സിറ്റുവേഷൻ ഒന്ന് sin inverse of cos ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെയും ആദ്യത്തെ പ്രൊസീജിയർ അത് തന്നെയാണ്. ഇതിനെ അക്യൂട്ട് ആംഗിളിലോട്ട് മാറ്റി, അതിന് 21 തൊട്ടടുത്തുള്ള 4 മൾട്ടിപ്പിൾ, അത് 20 ആണ്. സോ 20 pi plus pi by 4 equal to sin inverse cos. അത് ബ്രേക്ക് ചെയ്യുമ്പോൾ 5 pi 20 pi by 4, that is 5 pi plus pi by 4. Okay, ഇനി 5 pi എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഓഡ് മൾട്ടിപ്പിൾ ഓഫ് pi, പ്ലസ് എന്ന് പറയുമ്പോൾ തേർഡ് ക്വാഡ്രന്റ്, അതുകൊണ്ട് cos 5 pi plus theta. തേർഡ് ക്വാഡ്രന്റിൽ കോസ് നെഗറ്റീവ് ആണ്, സോ മൈനസ് cos theta. അപ്പോൾ sin inverse ഓഫ് മൈനസ് വരുന്നതുകൊണ്ട് അത് സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, മൈനസ് cos theta, മൈനസ് cos 5 by 4. ഇനി സൈൻ ഇൻവേഴ്സിനകത്ത് ഒരു നെഗറ്റീവ് കണ്ടു, ഉടൻ തന്നെ അതിനെ പോസിറ്റീവ് ആക്കണം. ആ മൈനസ് പുറത്തല്ല, സൈൻ ഇൻവേഴ്സിനകത്താണ് വന്നിരിക്കുന്നത്. സോ മൈനസ് സൈൻ ഇൻവേഴ്സ് കോസ് 5 by 4. ഇപ്പോൾ അക്യൂട്ട് ആംഗിളിലോട്ട് മാറി. പക്ഷേ ഇത് ക്യാൻസൽ ആവണമെങ്കിൽ
ഇത് സൈൻ ഇൻവേഴ്സ് ആണെങ്കിൽ ഇത് സൈൻ ആണ്, പക്ഷെ സൈൻ അല്ല കോസ് ആണ്. ഇപ്പോൾ ഇത് ക്യാൻസൽ ആകില്ല. അപ്പോൾ ഇതിനെ സൈൻ ആക്കാൻ വേറൊരു റിസൾട്ട് ഉണ്ട്. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ π/2 മൈനസ് തീറ്റയാണ്. അതുപോലെ തിരിച്ചും സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് π/2 മൈനസ് തീറ്റയാണ്. ഇത് കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ കോട്ട് π/2 മൈനസ് തീറ്റയാണ്. അതുപോലെ കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ π/2 മൈനസ് തീറ്റയാണ്. സീക് തീറ്റ എന്ന് പറഞ്ഞാൽ കൊസീക് π/2 മൈനസ് തീറ്റയാണ്. അതുപോലെ കൊസീക് തീറ്റ എന്ന് പറഞ്ഞാൽ സീക് π/2 മൈനസ്. ഇതാ കോംപ്ലിമെന്ററി ആംഗിൾസ് ആൻഡ് റേഷ്യോസ്. അവിടെ വരുന്നതാണ് നമ്മൾ ഈ റിസൾട്ട്. അപ്പോൾ കോസിനെ സൈൻ ആക്കാൻ π/2 മൈനസ് എഴുതുന്നത്. അതുപോലെ സൈനിനെ കോസ് ആക്കുന്നത്, ടാനിനെ കോട്ട് ടാൻ, സീക് ടു കൊസീക്, കൊസീക് ടു സീക്, അതിന് π/2 മൈനസ് എഴുതുന്നത്. അപ്പൊ ഇതിനെ സൈൻ ആക്കാൻ മൈനസ് സൈൻ ഇൻവേഴ്സ്, അതിനെ സൈൻ ആക്കുന്നതിന് ഇതിനെ π/2 മൈനസ് π/4 എന്ന് എഴുതുന്നു. സോ സൈൻ π/2 മൈനസ് തീറ്റ, അത് കോസ് തീറ്റ. കോസ് തീറ്റയെ നമുക്ക് സൈൻ π/2 മൈനസ് തീറ്റ മൈനസ് സൈൻ ഇൻവേഴ്സ് സൈൻ. ഇനി π/2 മൈനസ് π/4 എന്ന് പറയുന്നത് π/4 തന്നെയാണ്. ഇത് 90 ഡിഗ്രി, ഇത് 45 ഡിഗ്രി. 90 മൈനസ് 45 45 ഡിഗ്രി. ഇനി നമുക്ക് സൈൻ വേഴ്സസ് സൈനും വന്നു ക്യാൻസൽ ചെയ്യാം. സോ മൈനസ് ഇവിടെ ഉണ്ട്, ഇത് ക്യാൻസൽ ചെയ്തു. സോ മൈനസ് π/4. സോ ദാറ്റ് ഈസ് ദി ആൻസർ. കാരണം say cos inverse sin 7π/6. sin 7 തൊട്ടടുത്തുള്ള 6 ന്റെ മൾട്ടിപ്പിൾ 6 തന്നെയാണ്. പിന്നെ 6π plus π/6. cos inverse sin and break ചെയ്യുമ്പോൾ 6π/6, that is pi plus π/6. Pi plus third quadrant is sin negative one. So cos inverse minus sin π/6. അപ്പോൾ sin pi plus theta എന്ന് പറഞ്ഞാൽ minus sin theta ആണ്. Third quadrant is sin negative. ഇനി നോക്കണേ, cos inverse-നകത്ത് നെഗറ്റീവ് വന്നു. cos inverse-നകത്താണ് നെഗറ്റീവ് വന്നത്. ഉടനെ അതിനെ പോസിറ്റീവ് ആക്കാൻ pi minus cos inverse. ഇനി ആ നെഗറ്റീവ് വേണ്ട. cos inverse sin π/6 equal to pi minus cos inverse. ഇപ്പോൾ ക്യാൻസൽ ആകില്ല. ഇത് cos ആയിരുന്നെങ്കിൽ ക്യാൻസൽ ആയി. അതിനെ cos ആക്കണമെങ്കിൽ cos what? π/2 minus π/6 എന്ന് എഴുതിയാൽ equal to pi minus cos inverse cos. ഇത് 90 ഡിഗ്രി, ഇത് 30 ഡിഗ്രി. സോ 90 ഡിഗ്രി മൈനസ് 30 ഡിഗ്രി 60 ഡിഗ്രി, ദാറ്റ് ഈസ് π/3. അല്ലെങ്കിൽ നിങ്ങൾ യൂഷ്വലി ആഡ് ചെയ്യുന്നത് ആഡ് ചെയ്യാം, നോ പ്രോബ്ലം. ഇനി അത് ക്യാൻസൽ ആവും. സോ 5 minus π/3 and that is 2π/3. So that is the answer for this. അപ്പോൾ ഇത് ഡെഫിനറ്റ് ആയിട്ടും ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായി. അടുത്ത say cot inverse tan 11π/5. This is same as cot inverse tan 11 തൊട്ടടുത്തുള്ള 5 ന്റെ മൾട്ടിപ്പിൾ 10. So 10π plus 5/5. That's same as cot inverse tan. I am split ചെയ്യുമ്പോൾ 2π 10π/5, that is 2π plus 5/5. ഇനി 2π ഇവിടെയാണ്. പ്ലസ് എന്ന് പറയുമ്പോൾ അത് ഫസ്റ്റ് ക്വാഡ്രന്റ്. ഫസ്റ്റ് ക്വാഡ്രന്റിൽ നിങ്ങൾക്കറിയാം ഓൾ പോസിറ്റീവ് ആണ്, അതുകൊണ്ട് ടാനും പോസിറ്റീവ് ആണ്.
So this is same as tan pi by 4. So tan 2 pi plus theta is same as tan theta. First coordinate and positive. ഇനി ഇത് കോട്ടും ഇത് ടാനും, ഇത് കോട്ട് ഇൻവേഴ്സും ഇത് ടാനുമാണ്. ക്യാൻസൽ ആവണമെങ്കിൽ ഇത് കോട്ട് ആവണം, അന്നേരം ക്യാൻസൽ ആവും. അത് കോട്ട് ആക്കാൻ കോട്ട് പൈ ബൈ 2 മൈനസ് പൈ ബൈ 5 എന്ന് എഴുതാം. കോട്ട് ഇൻവേഴ്സ് കോട്ട് എന്താണ് പൈ ബൈ 2 മൈനസ് പൈ ബൈ 5. നിങ്ങളത് ക്രോസ് ചെയ്താൽ മതി. 5 pi minus 2 pi by 10, that is 3 pi by 10. So that is cot inverse cot 3 pi by 10. ഇനി അത് cancel ആകും. So that is same as 3 pi by 10. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. For sec inverse cosec 21 pi by 7. No, pi by say 4. Sec inverse cosec 21. So 25 plus 5 by 4. That is same as sec inverse cosec split inward is 5 pi plus 5 by 4. 5 pi എന്ന് പറഞ്ഞാൽ എവിടെയാണ്? odd multiple of 5 plus എന്ന് പറയുമ്പോൾ third quadrant. third quadrant ൽ sin നെഗറ്റീവ് ആണ്, അതുകൊണ്ട് cosec നെഗറ്റീവ് ആയിരിക്കും. So sec inverse, so minus cosec 5 by 4. ഇപ്പോൾ sec ഇൻവേഴ്സിനകത്ത് നെഗറ്റീവ് ഇൻപുട്ട് വന്നു, ഉടൻ തന്നെ അതിനെ പോസിറ്റീവ് ആക്കണം. സോ 5 മൈനസ് sec ഇൻവേഴ്സിനകത്താണ്. സോ 5 മൈനസ് sec ഇൻവേഴ്സ് cosec 5 by 4. ഇനി ഇത് sec ഇൻവേഴ്സ് ആണ്, അതുകൊണ്ട് ഇതിനെ sec ആക്കണം. സോ sec ഇൻവേഴ്സ് അതിനെ sec ആക്കാം. sec 5 by 2 minus 5 by 4 5 minus sec inverse sec 5 by 2 minus 5 by 4, അത് 5 by 4 തന്നെയാണ്, equals 5 minus, ഇനി അത് ക്യാൻസൽ ആവും. ഇത് ക്യാൻസൽ ആവുമ്പോൾ 5 by 4. So 5 minus 5 by 4, 5 minus 5 by 4. So the answer is 3 pi by 4. Another example, say tan inverse cot 23 pi by 7. Okay, this is same as say tan inverse cot 21. So 21 pi plus 2 pi by 7. Tan inverse cot, അതിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 21 pi by 7, that is 3 pi plus 2 pi by 7. Tan inverse 3 pi ഇവിടെയാണ് പ്ലസ് തേർഡ് ക്വാഡ്രന്റ്. തേർഡ് ക്വാഡ്രന്റിൽ tan പോസിറ്റീവ് ആണ്, അതുകൊണ്ട് കോട്ടും പോസിറ്റീവ്. അപ്പോൾ cot 3 pi plus theta എന്ന് പറഞ്ഞാൽ cot theta തന്നെയാണ്. cot 2 pi by 7. അടുത്ത സ്റ്റെപ്പ്, ഇത് tan ഇൻവേഴ്സ് ആണ്, അതുകൊണ്ട് ഈ കോട്ടിനെ tan ആണ്. സോ tan ഇൻവേഴ്സ് tan 5 by 2 minus 2 pi by 7. ഇതെന്താ നോക്കാം. 5 by 2 minus 2 pi by 7. നിങ്ങൾ എൽസിഎം എടുക്കുമ്പോൾ 7 pi minus 4 pi by 2 into 7, 40. That is 3 pi. So tan inverse tan, so 3 pi by 40. Ini tan inverse and tan neutralize out. So that is same as
3 pi by 14. So this is the procedure. Okay. അത് ക്ലിയർ ആയി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കുറെ ക്വസ്റ്റ്യൻസ് ആ പ്രിന്റഡ് നോട്ട്സ്, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് പ്രിന്റഡ് നോട്ട്സിലുണ്ട്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. Suppose what is the value of sine of pi by 2 minus sine inverse minus 1 by 2. Evaluate. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. Sine of pi by 2 ആദ്യം നമ്മൾ ഇതിനകത്ത് പോകും. സൈൻ ഇൻവേഴ്സിനകത്ത് മൈനസ് വന്നാൽ ആ മൈനസ് പുറത്ത് വരും. അപ്പോൾ ഇത് പ്ലസ് ആണ്. പ്ലസ് വാട്ട്? Sine inverse 1 by 2. We got a sine of 5 by 2 plus sine inverse 1 by 2. Sine inverse 1 by 2. നമുക്കറിയാം sine 30 degrees ആണ് 1 by 2. But sine inverse 1 by 2 30 degrees ആണ്. ഡിഗ്രീസിലല്ല നമ്മൾ എഴുതുന്നത്, റേഡിയസ് 5 by 6. ഇവിടെ വേറെ റിസൾട്ട് ഉണ്ട്. sine 5 by 2 plus theta. നിങ്ങൾക്കറിയാം 5 by 2 പ്ലസ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. അപ്പോൾ സൈൻ പോസിറ്റീവ് ആണ്. പോസിറ്റീവ്. ഇനി 5 by 2 ആയതുകൊണ്ട് ഈ സൈൻ ചേഞ്ച് ചെയ്ത് കോസ് ആവും. സൈൻ 5 by 2 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റയാണ്. അത് കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. ഈ ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് പൈ പ്ലസ് മൈനസ് വരുമ്പോഴാണ് ഈ റേഷ്യോ ചേഞ്ച് ചെയ്യുന്നത്. കോ റേഷ്യോ ആയിട്ട് മാറും. സൈൻ കോസ് ആകും, കോസ് സൈൻ ആകും. ടാൻ കോട്ട് ആകും, കോട്ട് ടാൻ ആകും. പിന്നെ ക്വാഡ്രന്റ് നോക്കി പ്ലസ് ആണോ മൈനസ് ആണോ തരുന്നത്. ഇവിടെ സൈൻ ആണ്, സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. 5 by 2 പ്ലസ്, ഇവിടെയാണ് 5 by 2. 5 by 2 പ്ലസ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്, സൈൻ ആണ്, അതുകൊണ്ട് പോസിറ്റീവ്. ഈ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് 5 by 2 ആയതുകൊണ്ട് സൈൻ കോസ് ആണ്. ആ റിസൾട്ട് വെച്ച് ദിസ് ഈസ് സെയിം ആസ് കോസ് തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് 5 by 6. കോസ് 30 degrees. കോസ് 30 degrees that is √3 by 2. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടത് 6 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്, അതിന്റെ പ്രിൻസിപ്പൽ വാല്യൂസ് കാണുന്നത്, പിന്നെ അങ്ങനെയുള്ള റിസൾട്ട്സുകളെല്ലാം കണ്ടു. ഇനിയുള്ള വേറൊരു സെറ്റ് റിസൾട്ട്സുകളാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.